പോയതും അമ്മയെ ഫീൽ ചെയ്തില്ല. ക്രിസ്മസിൻ്റെ ദിവസം അമ്മയുടെ ജീവിതത്തിൽ സംഭവിച്ചത് ഒരിക്കലും ഒരു സ്ത്രീകളുടെ ജീവിതത്തിൽ സംഭവിക്കാൻ പാടില്ലാത്തതാണ്. ബന്ധുക്കളില്ല, സ്വന്തപ്പെട്ടവരില്ല, വഴിയേറി പ്രസവിച്ച പോലെ കണ്ടു നിന്നവരും പ്രസവം അറിഞ്ഞു വന്നവരും പോലും പ്രാകൃതരാണ്, അവർക്ക് ബന്ധമില്ലാത്തവരാണ്. എങ്കിലും അവരെ കണ്ടപ്പോൾ അമ്മ ഹൃദയത്തിൽ സംഗ്രഹിച്ചതാണ്. കാര്യം അമ്മ ആ അപരിചിതത്വമെല്ലാം അമ്മ എടുത്തത് പിതാവിൻ്റെ നാമത്തിലാണ്. അതുകൊണ്ട് തന്നെ അമ്മയുടെ ഹൃദയത്തിൽ തുള്ളിച്ചാടുന്നുണ്ടാവും അമ്മ. കാര്യം വിശ്വാസമെന്ന് പറയുന്നത് എല്ലാം ക്രിസ്തുവിൻ്റെ നാമത്തിലോ അല്ലെങ്കിൽ ദൈവത്തിൻ്റെ നാമത്തിലോ നമ്മൾ എടുക്കുന്നതാണ്. ക്രിസ്മസുമായിട്ട് നിൻ്റെ ജീവിതത്തിൽ എന്ത് തന്നെ വന്നാലും ദൈവപൈതലെ അത് ക്രിസ്തുവിൻ്റെ നാമത്തിൽ എടുക്കാനുള്ള പ്രത്യേക അഭിഷേകം ഈ ഭവനങ്ങൾ കർത്താവ് നൽകട്ടെ പ്രാർത്ഥിക്കുന്നു. പലതരത്തിലുള്ള വിഷമതകളിലൂടെ കടന്നു പോകുന്നവരും കഴിഞ്ഞ കൊല്ലം ഉണ്ടായിരുന്നവരും ക്രിസ്മസ് ഉണ്ടായിരുന്നവരും ഇന്ന് നിങ്ങളുടെ വീട്ടിൽ ഇല്ലാത്ത അവസ്ഥ ഉണ്ടാകാം. ചിലപ്പോൾ യാത്ര ചെയ്ത് പോയി കാണാം, ചിലപ്പോൾ എന്നേക്കുമായി യാത്ര പിരിഞ്ഞു പോകാം. ഏതായാലും അതിലൊന്നും സങ്കടപ്പെടേണ്ട കാര്യമില്ല. ദൈവം വിളിക്കുമ്പോൾ നമ്മളെല്ലാവരും പോകേണ്ടതാണ്. ആർക്കും അതിൻ്റെ ഒഴിവില്ല. ആവശ്യമില്ലാത്ത കാര്യം ഓർത്തിട്ട് നെടുവേർപ്പെടേണ്ട ഒരു കഥയുമില്ല. മറിച്ച് ദൈവം തന്നിരിക്കുന്ന സന്തോഷത്തെ അതിൻ്റെ മിതമായ രീതിയിൽ സ്വീകരിച്ചുകൊണ്ട് ആവശ്യമില്ലാത്ത നിരാശകൾ മനസ്സിൽ നിന്ന് കളയാൻ കർത്താവിൻ്റെ മക്കളെ അങ്ങ് സഹായിക്കണം പ്രാർത്ഥിക്കുന്നു. കർത്താവ് കുഞ്ഞുമക്കളുള്ള കുടുംബങ്ങളുണ്ട്, കുഞ്ഞുമക്കളില്ലാത്ത കുടുംബങ്ങളുണ്ട്, കുഞ്ഞുമക്കൾ രോഗികളായിട്ടുള്ള കുടുംബങ്ങളുണ്ട്. അവിടെ എല്ലാം കർത്താവിൻ്റെ അമ്മ പരിശുദ്ധമ്മ ദൈവമാതാവ് കടന്നു ചെല്ലുകയും കാനായിലെ കല്യാണത്തിൽ എന്നതുപോലെ വളരെ പ്രയാസപ്പെട്ട ഒരു കുടുംബ സാഹചര്യത്തിൽ അമ്മയുടെ സാന്നിധ്യം സന്തോഷമാക്കി മാറ്റിയ പോലെ അമ്മയെ പരിശുദ്ധമ്മ ദൈവമാതാവെ ഈ ക്രിസ്മസിന് അങ്ങയുടെ നാമത്തിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്ന എല്ലാ കുടുംബങ്ങളിലേക്കും അമ്മ കയറി വരണമെന്ന് പ്രാർത്ഥിക്കുന്നു. എൻ്റെ കർത്താവിൻ്റെ ഉന്നതമായ നാമത്തിൽ സഭയുടെ അധികാരത്തിൽ കുരിശിൻ്റെ അടയാളത്തിൽ ദൈവശക്തിയാൽ നിങ്ങളുടെ വഴികൾ, നിങ്ങളുടെ യാത്രകൾ, നിങ്ങളുടെ സംരംഭങ്ങൾ, നിങ്ങളുടെ സംസാരങ്ങൾ, നിങ്ങളുടെ എല്ലാവിധത്തിലുള്ള ക്രയവിക്രയങ്ങളും നിങ്ങളുടെ കൊടുക്ക വാങ്ങലുകളും ഇടപെടലുകളും എല്ലാം കർത്താവിൻ്റെ നാമത്തെ അനുസരിക്കപ്പെടട്ടെ. നിങ്ങളുടെ യാത്രകളെ ആസ്വദിക്കട്ടെ, നിങ്ങളുടെ വിനോദങ്ങളെ ആസ്വദിക്കട്ടെ, നിങ്ങളുടെ വാഹനങ്ങളെ ആസ്വദിക്കട്ടെ, നിങ്ങളുടെ തീരുമാനങ്ങളെ ആസ്വദിക്കട്ടെ, നിങ്ങളുടെ എല്ലാ ബന്ധുത്വങ്ങളെയും കർത്താവ് ആസ്വദിക്കട്ടെ, നിങ്ങളുടെ ഭക്ഷണങ്ങളെ കർത്താവ് ആസ്വദിക്കട്ടെ, അത് പാകപ്പെടുന്ന സമയത്ത് കർത്താവ് ആസ്വദിക്കട്ടെ, നിങ്ങളുടെ ദേവാലയത്തിലെ ശുശ്രൂഷ കർത്താവ് ആസ്വദിക്കട്ടെ. ദൈവത്തിൻ്റെ കരുണ നിങ്ങൾക്ക് ആവശ്യിക്കുകയും ഇന്നത്തെ ദിവസം ആഗ്രഹിക്കുന്ന എല്ലാ കൃപകളും ദൈവത്തിൻ്റെ സ്വന്തം ഭവനമെന്ന രീതിയിൽ ദൈവത്തിൻ്റെ സ്വന്തം മക്കളെന്ന നിലയിൽ നിങ്ങൾക്ക് അവകാശം ഓക്കരിയുമാക്കട്ടെ. നിത്യപിതാവും പുത്രനും പരിശുദ്ധാത്മാവുമായ സർവേശ്വരാ എന്നേക്കും ആമേൻ. നമ്മൾ ഇന്ന് വായിക്കുന്നത് വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:19 പ്രാർത്ഥനയിൽ കർത്താവ് ഇപ്പം പറഞ്ഞില്ലേ, അതാണിപ്പോൾ ഞാനിപ്പോൾ നിങ്ങൾക്ക് സന്ദേശം എടുത്തരാൻ ഉദ്ദേശിക്കുന്നത്. വിശുദ്ധ ലൂക്കായുടെ സുവിശേഷം 2:19 മറിയമാകട്ടെ ഇവയെല്ലാം ഹൃദയത്തിൽ സംഗ്രഹിച്ച് ഗാഢമായി ചിന്തിച്ചുകൊണ്ടിരുന്നു. ഗാഢമായി അമ്മ ചിന്തിച്ച ദിവസമാണ്. നമ്മളെല്ലാം ചിരിക്കണ ദിവസം അമ്മ ചിന്തിക്കുകയാണ്.